ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 8th സ്റ്റാൻഡേർഡ് ദീപകം എന്ന ടെക്സ്റ്റ് ബുക്കിൻ്റെ ആദ്യത്തെ ചാപ്റ്ററായ സംഘജത്വം സമ്പദത്വം എന്ന ചാപ്റ്ററാണ്. അതായത് ഒരുമിച്ച് നടക്കുക, ഒരേ സ്വരത്തിൽ പറയുക. നമസ്തേ ആചാര്യ, നമസ്തേ ഗുരുജി. അസ്മാകം വിദ്യാലയസ്യ ക്രീഡോത്സവേ, നമ്മുടെ സ്കൂളിൻ്റെ സ്പോർട്സ് ഡേയിൽ പാദകന്തുക ക്രീഡായാം ഫുട്ബോൾ ഗെയിമിൽ വയം വിജയം പ്രാപ്തവന്തഃ. ഞങ്ങൾക്ക് വിജയം പ്രാപ്തമായി, ഞങ്ങൾ വിജയിച്ചു, ഞങ്ങൾ ജയിച്ചു. വർദ്ധാപനാനി, വെരി ഗുഡ്, അഭിനന്ദനം ഭവതാം, നിങ്ങൾക്കെല്ലാവർക്കും കൺഗ്രാറ്റ്സ്. അപി ഭവന്തഃ ജാനന്തി യത് ഭവതാം പ്രതിദ്വന്ദിനഃ കഥം പരാജിതാഃ. ഓക്കെ, നിങ്ങൾക്കറിയാമോ, അതായത് നിങ്ങളുടെ എതിരാളി എങ്ങനെയാണ് പരാജയപ്പെട്ടതെന്ന്? അപ്പോൾ ഒരു കുട്ടി പറയാണ്, ആം ജാനാമി ആചാര്യ, അറിയാം സർ, അറിയാം ഗുരുജി. അസ്മാകം ദലസ്യ ക്രീഡകേഷു പരസ്പരം സമ്യക് സാമഞ്ജസ്യം ആസീത്. അറിയാം ഗുരുജി, നമ്മുടെ ടീമിൻ്റെ പ്ലെയേഴ്സ് തമ്മിൽ നല്ല രീതിയിലുള്ള ഒരു സഹകരണം ഉണ്ടായിരുന്നു, ഒരു കോർഡിനേഷൻ ഉണ്ടായിരുന്നു. കിന്തു പക്ഷേ വിപക്ഷി ദലേ തത് ന ആസീത്, പക്ഷേ എതിരാളി ടീമിൽ അത് ഇല്ലായിരുന്നു. സത്യമാചാര്യ, അപ്പോൾ വേറൊരു കുട്ടി പറയാണ്, സത്യമാണ് ഗുരുജി. തസ്യ ദലസ്യ ക്രീഡകേഷു, ആ ടീമിൻ്റെ കളിയിൽ പരസ്പരം മനോഭേദഃ ദ്വേഷഭാവഃ ച ആസീത്. സത്യമാണ് ഗുരുജി, അവരുടെ ടീമിൻ്റെ കളിയിൽ പരസ്പരം ഒപ്പീനിയൻസിൽ തന്നെ ഒരു ക്ലാഷ് ഉണ്ടായിരുന്നു. അതുപോലെ ദ്വേഷഭാവഃ ച ആസീത്, ഈഗോയും ഉണ്ടായിരുന്നു. തേ അന്യോന്യം സഹയോഗം ന കൃതവന്തഃ, അവർ അന്യോന്യം, അതായത് തമ്മിൽ ഒരു സഹകരണം ഉണ്ടായിരുന്നില്ല. അതായത് അവരുടെ ഇടയിൽ യാതൊരുവിധ സഹകരണവും ഉണ്ടായിരുന്നില്ല, ഒരു സഹയോഗവും ഉണ്ടായിരുന്നില്ല. തർഹി വദന്തു വിജയപ്രാപ്ത്യർത്ഥം കിം കിം ആവശ്യകം, എന്നാൽ പറയൂ, വിജയം പ്രാപ്തമാക്കാൻ എന്തൊക്കെയാണ് വേണ്ടത്, എന്തൊക്കെയാണ് ആവശ്യം? മിലിത്വ കാര്യകരണം, അതായത് ഒരുമിച്ച് വർക്ക് ചെയ്യുക, അതായത് ഗ്രൂപ്പ് വർക്ക്. ഏകത, യൂണിറ്റി. പരസ്പരം സാമഞ്ജസ്യം ച ആവശ്യകം, പരസ്പരമായിട്ടുള്ള ഒരു കോർഡിനേഷൻ, ഒരു സഹകരണവും ആവശ്യമാണ്. അപ്പോൾ ഗുരുജി പറയാണ്, സാറ് പറയാണ്, സത്യം ഏവ ഉക്തം, സത്യമാണ് പറയാറ്. ഏഷ ഏവ സന്ദേശഃ വേദേ സംഘജത്വം സമ്പദത്വം ഇത്യവം പ്രദത്തഃ. ഇതേ സന്ദേശം തന്നെയാണ് വേദത്തിൽ സംഘജത്വം സമ്പദത്വം എന്നിങ്ങനെ തന്നിരിക്കുന്നത്. ഇത് കേട്ട് ഒരു കുട്ടി ചോദിക്കുകയാണ്, ആചാര്യ കസ്മാത് വേദാത് ഗൃഹീതഃ ഏഷ സന്ദേശഃ. ഹേ ഗുരുജി, ഏത് വേദത്തിൽ നിന്നാണ് ഈ സന്ദേശം എടുത്തിരിക്കുന്നത്? കഃ ച അസ്യ അഭിപ്രായഃ, ഇതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, ഇതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? ഋഗ്വേദേ സജ്ഞാനസൂക്തസ്യ ഏഷഃ മന്ത്രാംശഃ, ഋഗ്വേദത്തിൽ സജ്ഞാനസൂക്തത്തിൻ്റെയാണ് ഈ മന്ത്രാംശം. ഏതത് സംഘടൻ സൂക്തം ഇത്യപി പ്രഖ്യാതം, ഇത് സംഘടൻ സൂക്തം എന്ന രീതിയിലും അറിയപ്പെടുന്നു. ആഗച്ഛന്തു, വരൂ, വയം അസ്യ സൂക്തസ്യ പ്രസിദ്ധാൻ ത്രീൻ മന്ത്രാൻ പഠാമഃ. നമുക്കിതിൻ്റെ ഈ സൂക്തത്തിൻ്റെ പ്രസിദ്ധമായ 3 മന്ത്രങ്ങൾ വായിക്കാം. പ്രാചീന ഭാരതീയ ജ്ഞാന പരമ്പരായാം, അതായത് ആൻഷ്യൻ ഇന്ത്യൻ നോളജ് ട്രഡീഷനിൽ, വേദത്തിനെ സാക്ഷാത് ബ്രഹ്മമുഖ്നിഹി ശ്രുത, സാക്ഷാത് ബ്രഹ്മാവിൻ്റെ വായിൽ നിന്ന്
വന്ന പവിത്രമാ ദൈവീവാഗ് ഇതി മന്യത്തെ. പവിത്രമായ ദിവ്യവചനങ്ങളായിട്ടാണ് കണക്കാക്കുന്നത്. വേദസ്യ ചത്വാരഃ സംഹിതാഃ സന്തി. വേദങ്ങൾ 4 എന്തൊക്കെയാണവ? ഋഗ്വേദഃ, യജുർവേദഃ, സാമവേദഃ, അഥർവവേദഃ ച ഇതി. ഇതൊക്കെയാണ് ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം. ഇമേ വേദാഃ, ഈ വേദങ്ങൾ അദ്യ, ഇന്ന്, വിശ്വസ്യ പ്രാചീനതം സാഹിത്യരൂപേണ, ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന സാഹിത്യത്തിൻ്റെ രൂപത്തിൽ, അതായത് സാഹിത്യമായി, വിദ്വദ്ഭിഹി മന്യന്തെ, പണ്ഡിതന്മാർ കണക്കാക്കുന്നു, വിദ്വാൻമാർ കണക്കാക്കുന്നു. ഭവന്തഃ സർവേ സ്നാത്വാ, നിങ്ങളെല്ലാവരും കുളിച്ച്, ശുദ്ധവസ്ത്രാണി പരിധായ, നല്ല വൃത്തിയുള്ള വസ്ത്രം ധരിച്ച്, പാദത്രാണാം ബഹിഃ സ്ഥാപയിത്വാ, ചെരുപ്പുകൾ വെളിയിൽ ഇട്ട്, അസ്യാം പ്രാർത്ഥനാസഭായാം സമുപസ്ഥിതാഃ സന്തി. അതഃ, അതുകൊണ്ട്, ആഗച്ഛന്തു, വന്നാലും, പ്രണമാഞ്ജലിം കൃത്വാ, കൈകൂപ്പിയിട്ട്, നേത്രേ മീലയിത്വാ, കണ്ണുകൾ അടച്ച്, ഏകാഗ്രചിത്തേന, ഏകാഗ്ര മനസ്സോടെ, അതായത് കോൺസെൻട്രേറ്റ് ചെയ്ത്, പിന്നെന്താണ്, സമവേദസ്വരേണ ച വേദമന്ത്രാണാം ഉച്ചാരണം കുർമഃ. ഒരേ സ്വരത്തിൽ വേദമന്ത്രങ്ങൾ ഉച്ചരിക്കുക, അതായത് വേദമന്ത്രങ്ങൾ ഒറ്റ സ്വരത്തിൽ ജപിക്കാം എന്നർത്ഥമാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ, നമുക്ക് നോക്കാം. ഓം സംഗജധ്വം സംവദധ്വം സംവോ മനാംസി ജാനതാം ദേവാഭാഗം യഥാ പൂർവേ സഞ്ജാനാനാ ഉപാസത്തെ. സമാനോ മന്ത്രഃ സമിതിഃ സമാനീ സമാനം മനഃ സഹ ചിത്തമേഷാം സമാനം മന്ത്ര അഭിമന്ത്രയേവഃ സമാനേന വോ ഹവിഷാ ജുഹോമി സമാനീവ ആകുതിഃ സമാനാ ഹൃദയാനീവഃ സമാനമസ്തു വോ മനോ യഥാ വഃ സുസഹാസതി. ഇനി നമുക്ക് മന്ത്രങ്ങളെ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാം. ഓക്കെ, മന്ത്രാണാം ഭാവാർത്ഥം ജാനിമഃ. മന്ത്രങ്ങളുടെ അർത്ഥം മനസ്സിലാക്കാം. സംഗജധ്വം സംവദധ്വം സംവോ മനാംസി ജാനതാം ദേവാഭാഗം യഥാ പൂർവേ സഞ്ജാനാന ഉപാസത്തെ. ഓക്കെ, നമ്മൾ പദ്യമായിട്ടാണ് വായിച്ചത്. ഇനി പദച്ഛേദം ചെയ്ത് വായിക്കാം. സംഗജധ്വം സംവദധ്വം സംവഹ മനാംസി ജാനതാം ദേവാഹ ഭാഗം യഥാ പൂർവേ സഞ്ജാനാനാഹ ഉപാസത്തെ. അതായത് ഒരുമിച്ച് നടക്കുക, ഒരുമിച്ച് പറയുക, അതായത് ഒരുമയോടെ നടക്കുക, ഒരുമയോടെ പറയുക അല്ലെങ്കിൽ സംസാരിക്കുക. സംവഹ മനാംസി ജാനതാം, നിങ്ങളുടെ മനസ്സ് അറിയുക. ദേവാഹ ഭാഗം യഥാ പൂർവേ സഞ്ജാനാനാഹ ഉപാസത്തെ, എങ്ങനെയാണോ പണ്ട് ദേവന്മാർ അവരുടെ കർത്തവ്യങ്ങൾ നിർവഹിച്ചത് അതുപോലെ. ഓക്കെ, അൻപേ നോക്കാം. യൂയം, നിങ്ങൾ എല്ലാവരും, സംഗജധ്വം സംവദധ്വം, ഒരുമയോടെ നടക്കുക, ഒരുമയോടെ പറയുക, വഹമനാംസി സഞ്ജാനതാം, ഒരാൾ മറ്റൊരാളുടെ മനസ്സിനെ അറിയുക. ഓക്കെ, യഥാപൂർവേ ദേവാഹ ഭാഗം സഞ്ജാനാനാഹ ഉപാസത്തെ, എങ്ങനെയാണോ പണ്ട് കാലത്ത് ദേവഗണങ്ങൾ അവരുടെ കർത്തവ്യങ്ങൾ നിർവഹിച്ചത്. ഭാവാർത്ഥം നോക്കാം, ഏകദേശം ഒരു ക്ലാരിറ്റി കിട്ടും. വേദസ്യ ഋഷിഃ ആംഗിരസഃ, വേദങ്ങളുടെ ഋഷിയായ ആംഗിരസ്, പരമേശ്വരസ്യ സന്ദേശേന, പരമേശ്വരൻ്റെ സന്ദേശത്താൽ, മനുഷ്യാൻ ഉപദിശതി, മനുഷ്യനെ ഉപദേശിക്കുകയാണ്. എന്താണ് ഉപദേശം? ഹേ മാനവാഹ, ഹേ മനുഷ്യ, യൂയം സർവേ, നിങ്ങളെല്ലാവരും,
സംഘചത്വം ഒരുമയോടെ നടക്കുക. ഒരുമയോടെ ആരോടൊപ്പം നടക്കാനായി പറയണേ? സ്വസ്യ പരിവാരെ സ്വന്തം കുടുംബത്തോടൊപ്പം, ഗണേ കൂട്ടത്തോടൊപ്പം, സമാജേ സൊസൈറ്റിയോടൊപ്പം, രാഷ്ട്രേ നേഷനോടൊപ്പം, വിശ്വേ ലോകത്തിനോടൊപ്പം, മിലിത്വ ലോകത്തോടൊപ്പം ചേർന്ന്, അഗ്രേ ഗച്ഛത് മുന്നോട്ട് നീങ്ങുക, മുന്നോട്ട് നടക്കുക, സംഭൂയ അഭ്യുദയം സാധയത് അതുപോലെ ഒന്നിച്ച് സമൃദ്ധി ആർജിക്കുക, നേടിയെടുക്കുക, സമ്പദത്വം ഒരുമയോടെ പറയുക. എന്തു പറയാനായി പറയണേ? പരസ്പരം സമ്യക് വിചാരവിനിമയം കുറുവന്ത് ഏകസ്വരേണ വദത്. അതായത് തമ്മിൽ ആശയവിനിമയം ചെയ്ത്, അതായത് ചോദിച്ച് ചർച്ച ചെയ്ത്, ഏകസ്വരേണ വദത് ഒരേ സ്വരത്തിൽ പറയുക. അതായത് ഇവിടെ പറഞ്ഞു വരുന്ന വേറെ ഒന്നുമല്ല, നമ്മൾ പറയുമ്പോൾ എന്താണ്, ഒരു അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടാവാൻ പാടില്ല. പറയുന്നതിൽ ഒരു ഐക്യം ഉണ്ടായിരിക്കണം. യഥാ പൂർവേ എങ്ങനെയാണോ പണ്ട്, യഥാ സൃഷ്ടേഹി പ്രാരംഭകാലേ എങ്ങനെയാണോ പണ്ട് സൃഷ്ടിയുടെ തുടക്കത്തിൽ, ദേവാഹ ബ്രഹ്മണ സൃഷ്ടാഹ ദേവഗണങ്ങൾ ബ്രഹ്മാവാൽ സൃഷ്ടിക്കപ്പെട്ടത്. ഏതൊക്കെ ദേവഗണങ്ങളാണ്? അഗ്നി, വായു, ആദിത്യാദയ ബ്രഹ്മാണ്ഡീയ ശക്തയ. അഗ്നി, വായു, സൂര്യൻ എന്നീ പ്രപഞ്ച ശക്തികൾ. ഭാഗം സൃഷ്ടിനിർമ്മാണം യജ്ഞസ്യ, അതായത് സൃഷ്ടിയുടെ നിർമ്മാണ യജ്ഞത്തിൻ്റെ സാഫല്യാർത്ഥം വിജയത്തിനായി സ്വസ്വം കർത്തവ്യം സ്വീകൃത്യ അവരവരുടെ കർത്തവ്യങ്ങൾ സ്വീകരിച്ച്, സഞ്ജാനാനാഹ ഒരേ മനസ്സോടെ, പരസ്പരം ഉത്കൃഷ്ട സമന്വയപൂർവകം ഉപാസത്തെ അവർ പരസ്പരം ഐക്യത്തോടെയും പരസ്പരം അതായത് ബഹുമാനത്തോടെയും എന്ത് ചെയ്തു? സ്വസ്വം കർമ്മ നിർവഹൺ അതായത് അവരവരുടെ കർമ്മം, അതായത് അവരവരുടെ കർത്തവ്യങ്ങൾ നിർവഹിച്ചു. തഥൈവ അതുപോലെ തന്നെ, യൂയം മനുഷ്യാഹ അപി നിങ്ങൾ മനുഷ്യരും, സ്വസ്യ കുടുംബസ്യ നിങ്ങളുടെ കുടുംബത്തിൻ്റെ, ദലസ്യ ഗ്രൂപ്പിൻ്റെ, ലോകസ്യ ലോകത്തിൻ്റെ, ച പ്രഗതയെ ലോകത്തിൻ്റെയും പ്രോഗ്രസ്സിനായി, നിത്യം എപ്പോഴും, സംഭൂയ നിരന്തരമായി, സ്വസ്വ കർത്തവ്യസ്യ സുചാരു നിർവാഹം കുരുത് സ്വന്തമായ അതായത് നിങ്ങളുടെ കർത്തവ്യങ്ങൾ നല്ല രീതിയിൽ നിർവഹിക്കുക. എങ്ങനെയാണോ ദേവഗണങ്ങൾ ഒരുമിച്ച് ഒത്തൊരുമയോടെ സൃഷ്ടിയുടെ നിർമ്മാണത്തിനായി, ഇതിൻ്റെ വിജയത്തിനായി കൈകോർത്തത്, അതേപോലെ നിങ്ങൾ മനുഷ്യരും സ്വന്തം കർത്തവ്യങ്ങൾ നല്ല രീതിയിൽ നിർവഹിക്കുക. ഓക്കെ, ഇതാണ് ഇവിടെ പറഞ്ഞു വരുന്നത്. ഇത്തം യൂയം സർവേ വൈമന്യസ്യം പരിത്യജ്യ ഇത്തരത്തിൽ നിങ്ങളെല്ലാവരും വൈരാഗ്യം വെടിഞ്ഞ്, അതായത് വെറുപ്പ്, വിദ്വേഷം, അഭിപ്രായ വ്യത്യാസങ്ങൾ ഇതെല്ലാം വെടിഞ്ഞ്, ഇതെല്ലാം പരിത്യജിച്ച്, ഐക്യഭാവേന ഐക്യത്തോടെ ജീവിക്കുക. തഥാ അതുപോലെ, സർവേ അഭിഷ്ടഫലാനി ച പ്രാപ്നോത് അതേപോലെ എല്ലാ അഭിഷ്ടഫലങ്ങളും പ്രാപ്തമാക്കുക. അഭിഷ്ടഫലം എന്ന് വെച്ചാൽ ആഗ്രഹിച്ച ഫലം, ആഗ്രഹിച്ചതെന്തും പ്രാപ്തമാക്കുക എന്ന്. അടുത്ത ശ്ലോകം തൊട്ട് അടുത്തൊരു പാർട്ടായിട്ട് ഞാൻ വീഡിയോ ഇട്ടേക്കാം. ഓക്കെ, അതിനകത്ത് തന്നെ എക്സസൈസ് ക്വസ്റ്റ്യൻസും അതിൻ്റെ എക്സ്പ്ലനേഷനും ആഡ് ചെയ്തേക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായ ഉറപ്പായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സൈഡിലൊരു ബെല്ലൈക്കൺ ഉണ്ടാവും, അതുകൊണ്ടൊന്ന് എനേബിൾ ചെയ്യുക, ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. എന്നാൽ മാത്രമേ ഞാൻ ഇനി വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. താങ്ക്